ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി സിറ്റിയൊക്കെ കണ്ടിട്ട് പിന്നെ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. ഇന്നിപ്പോൾ നീറ്റ് റെഡി ആയിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഏതാ സ്ഥലം എന്ന് ഞാൻ പറയാം, കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വന്നൊരു ട്രിപ്പ് ആയിരുന്നില്ല ഇത്. അതുകൊണ്ട് തന്നെ മാക്സിമം സ്ഥലങ്ങൾ കാണാന്നുള്ളതിന് ഉപരിയായിട്ട് പോണ സ്ഥലം നന്നായിട്ട് എൻജോയ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് പോണ സ്ഥലത്തേക്കുള്ള ട്രെയിനിലെ കാഴ്ചകളാണ് കേട്ടോ ഇത്. ചുറ്റും ബവേരിയൻ ആൽപ്സും അതിനു താഴെ കുഞ്ഞു കുഞ്ഞു വില്ലേജസ് ഒക്കെ കണ്ട് അങ്ങോട്ടേക്കുള്ള ഈ ഒരു ട്രെയിനത്തെ 1.5 മണിക്കൂർ യാത്ര തന്നെ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങളിപ്പോൾ പാട്ന ക്ലബ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, മഴയും പെയ്യുന്നുണ്ട്, കുറച്ച് നടക്കാനുണ്ട്. ഇപ്പോൾ മുകളിൽ എത്തിയിട്ട് കാണാം. പ്ലാനൊക്കെ ചെയ്ത് വരികയാണെങ്കിൽ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. ബവേരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേ നടക്കാനും പിന്നെ ആൽപ്സിന്റെ ചുറ്റുമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. മഞ്ഞ് പെയ്യുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പരിപാടി. അങ്ങനെ നടന്നിട്ട് പാട്ന ക്ലബിൻ്റെ അവിടെ എത്തി. ഒരാൾക്ക് ഇവിടെ 10 യൂറോ ആണ് കേട്ടോ ടിക്കറ്റ്. കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ 5 യൂറോ ഉള്ളൂ. നമുക്ക് ടിക്കറ്റ് കൗണ്ടറും ഉണ്ട്, അല്ലെങ്കിൽ മെഷീന് വഴി നമുക്ക് ടിക്കറ്റ് എടുക്കാം. പിന്നെ ഉള്ളിലേക്ക് കയറുന്നത് ഇതുപോലെ ഒരു ഗേറ്റ് വഴിയാണ്. സ്കാൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യേണ്ടത്. പാട്നാക്കുളം ഗോജ് എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഗാർമിഷ് പാർട്ടൻ കിർഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. ഗോർജ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് പർവ്വതങ്ങളിലൂടെ വെള്ളം ഒഴുകിയിട്ടുണ്ടാവണ ഇടുങ്ങിയ താഴ്വരകൾ അല്ലെങ്കിൽ നാരോ വാലീസ് ആണ്. ഇഷ്ടായ 700 മീറ്ററോളം നീളം വരുന്ന ഒരു ഗൂർജാണ് കേട്ടോ ഇത്. പിന്നെ പാർക്കെട്ടുകൾ തുറന്ന് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പാത്ത് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ കാഴ്ചകൾ നടന്ന് കാണാൻ വേണ്ടിയിട്ട്. വാട്ടർഫോൾസിന്റെ സൗണ്ട് ഒക്കെ കേട്ട് ഈ വലിയ പാറക്കെട്ടുകളിലൂടെ ഈ കാഴ്ചകൾ കണ്ടു നടക്കാൻ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ എത്തുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. മഞ്ഞൊക്കെ പെയ്ത് വളരെ തിക്കായിട്ടുള്ള സ്നോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ കുറച്ചു നേരം ഞങ്ങൾ സ്നോ ബോളൊക്കെ എറിഞ്ഞ് കളിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളിപ്പോൾ പാട്നാക്ലാം കണ്ടു. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഐബ്സി കാണാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ബസ് പിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. അത് വ്യൂ ഒക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും നടക്കണമൊന്നും ഫീലാവില്ല. രസമുണ്ട് കാണാൻ. അതാണ് ഇവിടെയൊക്കെ മലയായിട്ട് കാൽപ്സ് ആണ്. ജർമ്മനിയിൽ ഓരോ സീസണത്തെയും കാഴ്ച ഓരോ പോലെയാണ് കേട്ടോ. വിന്ററിലുള്ള ഈ ഒരു എക്സ്പീരിയൻസേ അല്ല നമുക്ക് സമ്മറിൽ വരുമ്പോൾ കിട്ടുക. സൺസെറ്റ് നേരത്തെ ആയതുകൊണ്ട് തന്നെ ബസ്സൊക്കെ പിടിച്ച് ഐപ്സി എത്തിയപ്പോഴേക്കും ഇരുട്ടിച്ചിരുന്നു. പക്ഷെ എന്നാലും ലേക്ക് ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഐപ്സി എന്ന് പറയുന്നത് ഒരു ലേക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് മ്യൂണിക്കിലേക്ക് തന്നെ വന്നു. ഡിന്നറ് ശരവണ ഭവനിൽ പോയി കഴിക്കാന്നാണ് കരുതിയത്. ഇവിടെ ദോശക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. 12 യൂറോ 13 യൂറോ ഒക്കെ ഉണ്ട്. അതായത് നാട്ടിലത്തെ ഒരു 1000 രൂപയുടെ മുകളിലേക്ക് ഉണ്ട്. പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ശീലിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ദോശ കഴിക്കാന്ന് കരുതി. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് പിന്നെ റൂമിൽ പോയി റെസ്റ്റ് ചെയ്യാണ് അന്നത്തെ ഒരു ഡേ ഉണ്ടായത്. റൂമൊക്കെ അങ്ങനെ ചെക്ക് ഔട്ട് ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് മ്യൂണിക്കിൽ തന്നെ കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ഇന്നത്തെ പരിപാടിയൊക്കെ ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി. ഫുഡ് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. ഇന്നലെ ശരവണ ഭവൻ പോയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കില്ല എന്ന് കരുതി ബർഗർ കിങ്ങിലേക്ക് തന്നെ വന്നു ഫുഡ് കഴിക്കാൻ. ഈവനിങ് ആണ് കേട്ടോ മ്യൂണിക്കിൽ നിന്ന് യെനയ്ക്ക് പോവാന്ന് കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മ്യൂണിക്കിൽ നിന്ന് വല്ലാതെ ദൂരത്തോട്ടൊന്നും പോണില്ല. മ്യൂണിക്കിൽ തന്നെയുള്ള BMW മ്യൂസിയം കാണാൻ പോവാച്ചിട്ടാണ് ഇന്ന്. ആദ്യം പോയത് BMW വെൽട്ടിലേക്കാണ്. ഇവിടെ എൻട്രി ഫ്രീ ആണ്. മ്യൂസിയത്തിന് തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇതുള്ളത്. ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള BMW മോഡൽസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് മിനി കൂപ്പറിലൊക്കെ കയറി ജസ്റ്റ് നോക്കാം. അതുപോലെ റോൾസ് റോയ്സിൻ്റെ ഒക്കെ മോഡൽസ് ഇവിടെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു എക്സിബിഷൻ പോലെയാണിത്. കൂടാതെ ഇവിടെ ജർമ്മനിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് BMW കാർസ് ഡ്രൈവ് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ BMW മ്യൂസിയത്തിലേക്ക് പോയത്. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ഞങ്ങൾ എടുത്തപ്പോൾ ഒരാൾക്ക് 8 യൂറോ ആയിരുന്നു.
BMW മ്യൂസിയം എന്ന് പറയുന്നത് ഈ ബ്രാൻഡ് എങ്ങനെയാണ് തുടങ്ങിയത് എന്നും ഇതിൻ്റെ ബിഗിനിങ് മുതൽക്ക് പ്രസൻറ്റ് ഡേ വരെയുള്ള മോഡൽസ് ഒക്കെ കാണിക്കുന്ന ഒരു സ്റ്റോറി പോലെ പറയുന്നതുമാണ്. അതായത് BMW മ്യൂസിയം എന്ന് പറയുന്നത് BMW വെൽറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ന് പറയാം. അപ്പോൾ കാറ് പ്രേമികൾക്കൊക്കെ വരാവുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് BMW മ്യൂസിയം എന്ന് പറയുന്നത്. BMW വെൽറ്റിൽ നമ്മുടെ ബാഗൊക്കെ ഫ്രീ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ ബാഗ് എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. റോബോട്ട്സ് നമുക്ക് കോഫി ഉണ്ടാക്കി തരുന്ന കാഴ്ചയാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളൊരു കോഫി വാങ്ങിച്ചായിരുന്നു. അങ്ങനെ റോബോട്ടേട്ടൻ അടിച്ചെന്ന് കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം കൂടെ വെൽറ്റിൻ്റെ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മെല്ലെ സ്റ്റേഷനിലേക്ക് തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയ്ക്കുള്ളൂ മ്യൂണിക്കത്തെ വിശേഷങ്ങൾ. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ട്രിപ്പൊക്കെ നന്നായിട്ട് പോയി. കുറച്ച് സ്ഥലങ്ങൾ എല്ലാവിടെയും പോകാൻ പറ്റിയില്ലെങ്കിലും ട്രിപ്പ് ഓവറോൾ നന്നായിരുന്നു. അപ്പോൾ അത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായിച്ച് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.